Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പ്രതികൂല സാഹചര്യങ്ങളെ ആഗ്രഹം കൊണ്ട് കീഴടക്കിയ റംസാന വിമാനം പറത്താൻ ഒരുങ്ങുന്നു. ആലുവ കീഴ്മാട് മരക്കാട്ടിക്കുഴി ജബ്ബാറിന്റെയും മൈമൂനയുടെയും മകൾ റംസാനയ്ക്കാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിച്ചത്. എന്തായാലും റംസാന ഏകദേശം 200 മണിക്കൂർ അല്ലേ, 240 മണിക്കൂർ ഫ്ലൈ ചെയ്തു. അങ്ങനെ ലൈസൻസ് കിട്ടി. ഇനി പാസഞ്ചർ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന്റെ അടുത്ത ഘട്ടത്തിലുള്ള ഒരു പഠനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും റംസാനിന്റെ പിതാവിനെയും പാപ്പാനെയും ഉമ്മാനെയും അതിന്റെ സിസ്റ്റേഴ്സിനെയൊക്കെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ പേര് റംസാന. ഞാൻ ആലുവയിൽ നിന്നാണ് വന്നത്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ DGCAയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അതോറിറ്റിയിൽ നിന്നുള്ള ലൈസൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ വാപ്പയാണ്. ഞാൻ ചെറുപ്പകാലം മുതൽ എയർപോർട്ടിലേക്ക് പോവുകയും അതേപോലെ തന്നെ ഫ്ലൈറ്റുകൾ കാണുകയും അതിലേക്ക് കൗതുകം കൂടിയിട്ട് എങ്ങനെയാണ് ഇത് ഫ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ആകാംക്ഷ വരികയും അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ഞാൻ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ലൈസൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനിവിടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിഗ്രി ഞാനൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഭാരത് മാതാ കോളേജ് തൃക്കാക്കരയിലാണ് ഞാൻ ചെയ്തത്. അവിടെ ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഉറപ്പോ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എൻറോൾ ചെയ്യാനായിട്ട് അവിടെ നമ്മളൊരു ഏജൻ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവിടേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഫ്ലൈയിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആരോടും പറഞ്ഞത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. പക്ഷേ ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു ഇൻട്രോ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ നമ്മളുടെ ആകാശമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റാണത്. അതിൽ എനിക്ക് ഞങ്ങൾ കുറച്ച് ഡാമിൻ്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഫ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ബട്ട് അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എൻ്റെ സോളോ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് തന്നെ പറപ്പിക്കാനായിട്ടുള്ളൊരു നമുക്കൊരു സർട്ടിഫിക്കേഷൻ തരുന്നതാണ് സോളോ എന്ന് പറയുന്നത്. സോളോ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പോയി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഫ്ലൈ ചെയ്തു. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടറോ വേറെ ആരും തന്നെ ഇല്ല. അപ്പൊ തന്നെ ഒരു എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യുക, അതേപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം അത് ചാലഞ്ചിങ്ങും ആണ്. നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആക്കാനുള്ള ഒരു കാര്യം കൂടെയാണ് സോളോ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്. ഡിഗ്രി 1-ാം വർഷം പഠനം ഉപേക്ഷിച്ചാണ് പൈലറ്റാകാൻ റംസാന സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. പ്രതികൂല കാലാവസ്ഥയിലും സാഹചര്യത്തിലും പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും മൾട്ടി എഞ്ചിൻ അടക്കം വിമാനങ്ങൾ 243 മണിക്കൂർ പറത്തി സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ സർട്ടിഫൈഡ് CPL കരസ്ഥമാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് വിവിധ പരീക്ഷകളിൽ വിജയിച്ച് ഇന്ത്യൻ കൊമേഴ്സ് പൈലറ്റ് ലൈസൻസ് റംസാന കരസ്ഥമാക്കിയത്. പറവൂർ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പൈലറ്റ് ആകണമെന്ന ആഗ്രഹം റംസാന മാതാപിതാക്കളോട് പങ്കുവച്ചത്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ വീട്ടുകാർ കാര്യമായി റംസാനയെ പ്രോത്സാഹിപ്പിച്ചില്ല. എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായില്ല. ആൾ പിന്നെ ഒറ്റക്ക് പോണാരുകൊണ്ട് പിന്നെ അവിടെ ഒരാളുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോൾ അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അയാൾ ബാങ്ക് മാനേജറാണ്, ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അയാൾ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരും അവിടെ ഇല്ല, നമുക്കറിയണ ആളുകളൊന്നുമില്ല. പക്ഷേ ഈ പുള്ളിനെ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ആളെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത പുള്ളി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നുകൂടിയും ധൈര്യമായി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തുടങ്ങി ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യണ്ടായിരുന്നു. അത് എവിടെ എത്തിയെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആളെ അറിയിച്ചു കൊടുക്കണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്തപ്പോൾ സന്തോഷമാണ്. കുറച്ച് ഡിഫിക്കൽറ്റീസ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പൈസ അയച്ചു കൊടുക്കലോ അതും ഇതുമൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളവിടെ ചെന്നപ്പോൾ കൊറോണ ടൈമും കൂടി ആയപ്പോൾ കുറച്ചും കൂടി ഡിലേ ആവാനുള്ളൊരു ഇതും കൂടി വന്നു. അപ്പം അങ്ങനെ വിജയത്തോടു കൂടി പോകുന്ന ആളിപ്പോൾ ലൈസൻസ് എടുത്ത് വന്നിട്ട് ഇപ്പോൾ 1 കൊല്ലത്തോളമായി.
വന്ന വഴിക്ക് പിന്നെ സൗദിയിൽ ഇറങ്ങി ഉംറ ചെയ്തിട്ട് ആണ് ഞാനവിടെ നിങ്ങളുടെ റിയാദ്. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അവളത് കംപ്ലീറ്റ് ചെയ്യോ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് സോളോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറപ്പായി, അവൾക്കതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, അവളത് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു നല്ല വിശ്വാസം വന്നു. അപ്പോൾ പിന്നെ ഫസ്റ്റ് സോളോയ്ക്കാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത്, അവളത് ചെയ്ത് തീർക്കും എന്നുള്ള സന്തോഷമായിരുന്നു. പിന്നെ ഓരോ സ്റ്റെപ്പും PPL എടുത്തപ്പോഴും എല്ലാം നമുക്ക് കൂടുതൽ CPLലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്തപ്പം നല്ല സന്തോഷമായിരുന്നു. പേടി ചോദിക്കും കംപ്ലീറ്റ് കഴിഞ്ഞു വരുമ്പോൾ മെസ്സേജ് ഒന്ന് വിടണം, എങ്ങനെയാണ് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും ഇതിലേക്ക് അവളെ ഇറങ്ങി ചെന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രോത്സാഹനം കൊടുക്കുകയായിരുന്നു. കാരണം ഈ ഫീൽഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പേടി എനിക്കും ഉണ്ട്, പക്ഷെ അവൾക്ക് ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പം അത് കുറച്ചും കൂടി ശരിയായിട്ട് ചെയ്യണം. ഡിലേ വന്നപ്പോഴൊക്കെ അപ്പോൾ അത് നമുക്കത് ഫ്ലൈയിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം, അവരോട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്നതനുസരിച്ച് അവക്കും ഒരു കോൺഫിഡൻസ് കൂടി വന്നു. നമ്മളുടെ വശത്ത് നിന്ന് അതേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്തു. ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോൾ അത്ര എത്തിയല്ലോ. ഓരോ പൈലറ്റ്മാർ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഭയങ്കര അവരെ ഒരു പ്രത്യേക ഒരു ഇതിലാണ് നോക്കണത്. അപ്പം എൻ്റെ മോൾ അതുപോലെ എത്തി എന്നുള്ളപ്പം അതിലേറെ സന്തോഷം. ഇനി പാസഞ്ചർ വിമാനം പറത്താനുള്ള ആഗ്രഹത്തിലാണ് റംസാന. മൂത്ത സഹോദരി റസീന ആസ്തർ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുകയാണ്. ഇളയ സഹോദരി റിഫാന ഫാഷൻ ഡിസൈനറാണ്. റംസാനയുടെ വിവരങ്ങളറിഞ്ഞ ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് റംസാനയെ അനുമോദിച്ചു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.